കൊള്ളയടിക്കാൻ വന്ന ബ്രിട്ടീഷുകാരെ എല്ലാവരും വെറുക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഒരു വെള്ളക്കാരനെ ദൈവത്തെ പോലെ പൂജിക്കുന്നു. 1876 ദക്ഷിണ തമിഴ് മണ്ണ് കരിഞ്ഞുണങ്ങി നിൽക്കുകയായിരുന്നു. മധുരയിലും രാമപുരത്തും വെള്ളമില്ലാതെ ജനങ്ങൾ പിടഞ്ഞു മരിക്കാനായിട്ട് തുടങ്ങി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വരൾച്ച. എന്നാൽ ഇതിൻ്റെ മറുവശത്ത് ആർക്കും ഒരു ഉപകാരവുമില്ലാതെ പെരിയാർ നദി ഒഴുകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു. ഇംഗ്ലണ്ടുകാരനായ കേണൽ ജോൺ പെനികുക്ക്. പെനികുക്ക് ഒരു തീരുമാനമെടുത്തു. പെരിയാർ നദിയുടെ ഒഴുക്ക് മാറ്റാൻ ഒരു ഡാം പണിയാൻ. പെരിയാർ കാടിനകത്ത് അതത്ര എളുപ്പമായിരുന്നില്ല. 1887 ഡാമിൻ്റെ പണി തുടങ്ങി. വന്യമൃഗങ്ങളും വിഷപ്പാമ്പുകളും പിന്നെ മലമ്പനിയും കാരണം ഒരുപാട് പണിക്കാർ മരിച്ചു വീണു. എന്നാലും പെനികുക്ക് തോറ്റുകൊടുത്തില്ല. പണി തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പകുതി പണി കഴിയുന്ന ഡാം പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കം കാരണം തകർന്നു. ഇനിയും മണ്ടത്തരങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡാം നിർമ്മാണത്തിനുള്ള ഫണ്ട് തരാൻ കഴിയില്ലെന്ന് അറിയിച്ചു. ഇതറിഞ്ഞ് പെനികുക്കിൻ്റെ വലിയ സ്വപ്നമാണ് അവിടെ നിന്നുപോയത്. ഇന്ത്യക്കാർക്ക് വേണ്ടി അദ്ദേഹം ആരുമറിയാതെ ഇംഗ്ലണ്ടിലേക്ക് പോയി. തനിക്കുണ്ടായിരുന്ന സ്വത്തും വീടും സ്വർണവും എല്ലാം വിറ്റ് ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവന്നു. ഇന്ത്യക്കാർക്ക് വേണ്ടി ഡാമിൻ്റെ പണി വീണ്ടും തുടങ്ങി. അങ്ങനെ 1895 ഡാമിൻ്റെ ഷട്ടർ ആദ്യമായി തുറന്നപ്പോൾ നൂറ്റാണ്ടുകളായി പടിഞ്ഞാറോട്ടൊഴുകിയ പെരിയാർ കിഴക്കോട്ടൊഴുകാൻ തുടങ്ങി. മരുഭൂമിയായി കിടന്ന 2 ലക്ഷം ഏക്കർ സ്ഥലങ്ങളിലേക്ക് വെള്ളമെത്തി. അവിടെയുള്ള ആൾക്കാർക്ക് പുതുജീവൻ കിട്ടി. ഇന്ന് നമ്മളെല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാമാണ് മറുവശത്ത് ഒരു ജനതയുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കല്ലുകൊണ്ട് പണിതത് ഒരാൾ, കണ്ണീർ കൊണ്ട് പൂജിച്ചത് ഒരു ജനത. അവരുടെ ദൈവം വെള്ളക്കാരൻ സ്വാമി.